ഹലോ, വെൽക്കം ബാക്ക്. വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ് എണ്ണ മാങ്ങ അച്ചാർ. മാങ്ങ സുലഭമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ അച്ചാറിട്ട് വെച്ചാൽ മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. വളരെയധികം ടേസ്റ്റാണ്. അതിനായി മാങ്ങ കഷ്ണങ്ങൾ പുളി ചെറുതാക്കി കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാങ്ങ പീസസ് കഴുകി തുടച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എണ്ണയിൽ, നല്ലെണ്ണയിൽ, എള്ളെണ്ണയിൽ വറുത്ത് കോരുക. ഇങ്ങനെ വറുത്ത് കോരുന്നത് കൊണ്ടാണ് ഇത് കേടുകൂടാതിരിക്കുന്നത്. ഈ എണ്ണ മുഴുവൻ നമ്മൾ ഈ അച്ചാറിലോട്ട് ഇടേണ്ട, കുറച്ച് മതി. വറുക്കുന്നതിന് മാത്രം എണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി. അത് നന്നായി വറുത്തെടുക്കുക. ഏകദേശം ഒരു 6 മിനിറ്റോളം വേണം മീഡിയം ഫ്ലെയിം ഇട്ടാൽ ഇത് വറുത്ത് കിട്ടാനായിട്ട്. നല്ല ദശയുള്ള മാങ്ങയാണെങ്കിൽ അതിലും കൂടുതൽ സമയമെടുക്കും. എങ്ങനെയായാലും മാങ്ങ നന്നായി വറുത്ത് കോരുക. നന്നായി ലൈറ്റ് ബ്രൗൺ യെല്ലോയിഷ് നിറമാകും. ഇപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ മാറ്റാവുന്നതാണ്. അങ്ങനെ എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഒന്ന് വറുത്ത് കോരുക. 300 ഗ്രാം മാങ്ങ പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വറുത്ത എണ്ണ മാറ്റി കംപ്ലീറ്റായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് ഏകദേശം ഒരു 30 തൊട്ട് 40 ഗ്രാം വരെ ഉപ്പ് വേണം. അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരിയും സാദയും കൂടി 30 ഗ്രാം, 40 ഗ്രാം ഉപ്പും 30 ഗ്രാം മുളക് പൊടി, അത് കാശ്മീരി സാദയും കൂടി കൂട്ടിയാൽ മതി. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ കായം. ഇതിൻ്റെ അളവുകൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 40 ഗ്രാം ഉപ്പ്, 30 ഗ്രാം മുളക് പൊടി രണ്ടും കൂട്ടി, കാശ്മീരി സാദയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും. അത് കഴിഞ്ഞ് വറുത്ത മാങ്ങ ഇട്ട് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്നും 3 ടേബിൾ സ്പൂണോളം മതിയാവും. ഏകദേശം നോക്കി നന്നായിട്ട് അതും കൂടി കൂട്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എണ്ണ ചേർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കൽഭരണിയിലോ അല്ലെങ്കിൽ നല്ല ഗ്ലാസ് ജാറിലോ അടച്ച് പൊത്തി വയ്ക്കുക. 10-20 ദിവസം കഴിഞ്ഞ് എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റായ അച്ചാറാണ്.